ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദക്ഷാസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അത്യാവശ്യമായിട്ടുള്ള പെൻസില് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നി നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവല്ലോ. അപ്പോൾ എൻ്റെ ബാഗ്, ലഞ്ച് ബോക്സ് അതൊക്കെ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചാണ്. അതേപോലെ തന്നെ നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട്. എനിക്ക് വേറെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കോല നോക്കണം. ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലാണ്. അതാണ് മുടിയൊക്കെ മെടഞ്ഞിട്ട് നിൽക്കണ കൊച്ച്. അപ്പോൾ തുടങ്ങാല്ലേ. ഞാൻ ഇതിൻ്റെ ബില്ലും ഉണ്ട് എൻ്റെ കയ്യിൽ. ബില്ല് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫെജീന്നാട്ടോ. ഇത് ഞാൻ ചിലത് അത്യാവശ്യം ഫെജീന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത് ഇത്രയാണ്, 327 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു ബണ്ടിൽ ബുക്കാണ്. ഇത് ഞാൻ ഫെജീന്നല്ല വാങ്ങിച്ചിട്ടുള്ളത്. ഫെജീന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഇത് ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ ഹോൾസെയിൽ എന്തെങ്കിലുമായിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു ബണ്ടിൽ ഒരു 10 ബുക്കിന്, ഒരു ബുക്കിന് വരുന്നത് 23 രൂപയാട്ടോ. ഒരു ബുക്കിന് വരുന്നത്. ഇതെല്ലാതും ഞാൻ പുത്തമ്പള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബുക്കിന് 23 രൂപയാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേജുകളൊക്കെ തന്നെയാണ്. കണ്ടോ, ക്വാളിറ്റിയുള്ള പേജുകൾ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ബുക്കുകളാണ് ഇതൊക്കെ. ഇത് വരിയിട്ട 10 വരിയിടാത്തതും പിന്നെ വരിയിട്ട് അങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബണ്ടിൽ നോട്ട്ബുക്കാണ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള. ഇനിയുണ്ട് കുറച്ച് വാങ്ങിക്കുക നോട്ട്ബുക്സ്. പിന്നെ അതൊന്നും ഞാൻ കൂട്ടില്ല. ഇത് ഫെജീന്ന് വാങ്ങിച്ച ഫയലാട്ടോ. ഇത് നല്ല ഭംഗി, എനിക്ക് ഈ ഫയൽ നല്ല ഇഷ്ടമായി. ഇത് ഫെജീന്ന് വാങ്ങിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമായ ഫയലാട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതിന് എത്രയാണ് ഞാൻ പറയാം കേട്ടോ. ഫയൽ ഇവിടെ ഫയലിന് വരുന്നത് 44 രൂപയാണ്. ഫയലിന് വരുന്നത് 44 രൂപയാണ്. 44 ആണോ? അതെ, 44 ആണോ ഫയലിന്? 44 ആട്ടോ ഫയൽ. കുറച്ച് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ഫയലിനൊക്കെ 18 എത്രങ്ങളാണ് വരുന്നത്. 2 ഫയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻ്റെ അനിയത്തിനെ ഞാൻ കാണിക്കുന്നില്ല. നല്ല ഫയൽ. ഇനി ഈ ഫയലിൻ്റെ ഉള്ളിൽ നെയിം സ്ലിപ്പ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പാട്ടോ. നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പാണ്ടയുടെ നെയിം സ്ലിപ്പാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം നല്ല പാണ്ടക്കുട്ടൻ നല്ല ഭംഗി. ഈ നെയിം സ്ലിപ്പ് ഇതൊക്കെ ഞാൻ വേറെ ഏതൊക്കെയോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ ഇതും ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ A4 ഷീറ്റാണ്. A4 ഷീറ്റ് ഇത് എന്തുകൊണ്ടും എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൽ 50 ഷീറ്റാട്ടോ വരുന്നത്. 50 ഷീറ്റാണ്. വെറും 55 രൂപയുള്ളൂ ഇതിന് പ്രൈസ്. നല്ലതാണ്, വർത്ത് ഫോർ ദ പ്രൈസ് ആയിട്ട് തോന്നി. നല്ല ക്വാളിറ്റി ഉള്ള ഒരു A4 ഷീറ്റാണ്. ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല. ഒരു ഇയറൊക്കെ അത്യാവശ്യം അസൈൻമെൻറ്റ്സ് എനിക്കൊക്കെ അത്ര ഉള്ളൂ, അധികമൊന്നും വരാറില്ല. ഇതൊക്കെ ധാരാളം. A4 ഷീറ്റ്. നെക്സ്റ്റ് ആസ് യൂഷ്വൽ പെൻ ഞാൻ ഇവിടെ പെസ്നോണിക്കിൻ്റെ അത് തന്നെയാണ് തോന്നുന്നു പറയാം. എനിക്ക് ഇതിൻ്റെ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ്. ഒരു ബ്രാൻഡിൻ്റെ പെൻ വാങ്ങിച്ചത്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണിത്. ബോൾ പെനാട്ടോ, ബ്ലൂ കളറാണ്. ഇതിൻ്റെ പ്രൈസ് 10 എണ്ണമാണ് ഇതിലുള്ളത്. 100 രൂപയാണ് ഇതിന്. പിന്നെ ഡോംസിൻ്റെ ഈ പെൻ, ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൽ 5 എണ്ണത്തിന് 25 രൂപയാട്ടോ. നല്ല പെന്നാണ്. ഇത് ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. അതെ, നല്ല പെന്നാണ് അവരുടെ ഡോംസിൻ്റെ. ഇതും എൻ്റെ ഫേവറേറ്റ് പെന്നാണ്. പിന്നെ സ്റ്റേഷനറി ആയിട്ട് ഇതേ ഫാബ്രിക് കാസലിൻ്റെ ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലൂ. അപ്പോൾ ഞാൻ ഇക്കൊല്ലം സ്റ്റേറ്റ് സിലബസിലേക്കാണ്. അപ്പോൾ കുറേ ഹൈലൈറ്റൊക്കെ ചെയ്യാൻ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫാബ്രിക് കാസലിൻ്റെ
ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റബ്ബർ കട്ടർ, അപ്സരയുടെ റബ്ബർ, ക്യാമലിൻ്റെ റൈസ്, ഇതൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആവശ്യമുള്ള 2 ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ. പിന്നെ ക്യാമലിൻ്റെ വൈറ്റ്നർ, ഇതിനെനിക്ക് തോന്നുന്നു 25 രൂപയാണ് ക്യാമലിൻ്റെ വൈറ്റ്നറിന് വരുന്നത്. ഭയങ്കര ഒരു വൈറ്റ്നർ. പിന്നെ ഫാബ്രിക് കാസിലിൻ്റെ തന്നെ സ്കെയിൽ. എനിക്ക് ഫാബ്രിക് കാസിൽ നല്ല ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഗൈസ്. എനിക്ക് അത്യാവശ്യം ഇതിന് 5 രൂപ സാധാ സ്കെയിൽ 15 സെൻറ്റ്. പിന്നെ സ്റ്റീപ്ലർ പിൻ, ഏറ്റവും ആവശ്യമുള്ള സാധനമാണിത്. ബുക്ക് പൊതിയൻ ഇതിലും പിന്നെ വേറെ പില്ലല്ലോ. സ്റ്റീപ്ലർ പിൻ ഇതിൻ്റെ ഒന്നും പ്രൈസ് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. 12 രൂപയാണ് ഒരു ബോക്സിനും. പിന്നെ ഫെവിക്കോൾ ഇതിങ്ങനെ ആക്കുന്നതാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആണ്, പെട്ടെന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇതിനും 10-15 രൂപയാണ്. പിന്നെ എൻ്റെ ബോട്ടിൽ, ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബോട്ടിലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് അത്യാവശ്യം എനിക്ക് തുറന്നപ്പോൾ ജീരകമുള്ള കുടിക്കില്ല, എൻ്റെ ഒരു മണമാണ് നല്ല മണം. ശേഷം നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ബോട്ടിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ മെയിൻ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പൗച്ച്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് അല്ലേ, പൂച്ചക്കുട്ടിയുടെ. അത്യാവശ്യം ഇതിൻ്റെ സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് എന്തെങ്കിലും ആയെങ്കിൽ പൗച്ച് ഉണ്ടോ. ഇവിടെ ഒരു കളി നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നും. എൻ്റെ ബാഗിനൊക്കെ ചെയ്യും നല്ല ക്യൂട്ടല്ല. പിന്നെ ഒരു പോക്കറ്റ് നോട്ട്ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മൾട്ടി കളർ എന്തെങ്കിലും പോലത്തെ ആട്ടോ. കാരണം പേസ്റ്റൽ ഷെയ്ഡിലുള്ള പിങ്ക്, ഈ യെല്ലോ, വൈറ്റ്, ബ്ലൂ അങ്ങനെയൊക്കെ പറയുന്ന കളറിലുണ്ട്. ഇത് നല്ല അത്യാവശ്യം പോക്കറ്റ് നോട്ട്ബുക്ക്. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് പോക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഇതിന് 18 രൂപയാണ് ഈ ഒരു ബുക്കിന് വന്നിട്ടുള്ള. പിന്നെ കറിപ്പാത്രം, എനിക്ക് കറികൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കറിപ്പാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില എത്രയാണ്? 18. ഫോക്കസ് ആവുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല തോന്നുന്നു. 18 രൂപയാണ് ഇതിന്. പിന്നെ ജനലിൻ്റെ ബാക്കിൽ ഇരിക്കണം, ജനലിൻ്റെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കറിപ്പാത്രം. പിന്നെ നമ്മുടെ ബുക്ക് പൊതിയാണ് കാട്ടത്. ഇതിൻ്റെ വില 80 രൂപയാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് അത്യാവശ്യമായിട്ടുള്ള. അല്ല ഇതിലല്ല, ബട്ട് ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ബ്രൗൺ പേപ്പർ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫുൾ വീഡിയോ ഇരുന്ന് കാണാം. ഓക്കെ ഗൈസ്. പിന്നെ എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഡെസ്ക് മേക്ക് ഓവർ. എൻ്റെ ഒരു ടേബിൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ അത് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് അങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടൊരു ടേബിളാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ്റെ പാർട്ട് 1 അതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ ആ ടേബിളിൽ ഇരുന്നിട്ടാണ്, ആ ടേബിളാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോണേ. എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കണം എന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ 3 ആണ് വരാൻ, 3 അല്ല 4 ആണ് വരാൻ പോണേ. ഇതൊരു സീരീസ് പോലെ കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കണം, അറിഞ്ഞോടാ. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളിൻ്റെ പാർട്ട് 2 ആണ്. അടുത്ത പാർട്ട് 3, പാർട്ട് 4 ഒക്കെ ഉണ്ട്. അപ്പോൾ ബുക്ക് പൊതിയുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്കൂൾ തുറന്നാലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം ഗൈസ്. നേരെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുള്ളൂ. ബൈ ഫ്രം രക്ഷ.